വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്ന് വൈറൽ റെസിപ്പിയായ ചീസ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് 2 ബൗളിലേക്ക് മാറ്റാം. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും റൂം ടെമ്പറേച്ചറുള്ള 1/2 കപ്പ് പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഒരരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഇനിയും നേരത്തെ അരിച്ചെടുത്ത മൈദ 2-3 തവണകളായിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ വേണം മിക്സ് ആക്കി എടുക്കാൻ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട്. ഇനിയും നേരത്തെ മാറ്റി വെച്ച എഗ് വൈറ്റിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നല്ല സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയും ബീറ്റ് ചെയ്തെടുത്ത മുട്ട ഒരു സ്പൂണിൽ കോരിയെടുത്ത് ഇതുപോലെ ഒന്ന് കമഴ്ത്തി നോക്കിയാൽ സ്പൂണിൽ നിന്ന് അത് താഴേക്ക് വീഴില്ല. ഈ ഒരു പരുവം വരെയാണ് മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനിയും നേരത്തെ മിക്സ് ചെയ്തെടുത്ത ബാറ്റർ ഇതിൻ്റെ സൈഡിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നുവെങ്കിലും കുറച്ച് ടൈം എടുത്താണ് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലെ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇത് 160 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്, 1/4 കപ്പ് ക്രീം ചീസ്, 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്ത് 2 പീസ് ആക്കി എടുക്കാം. ഇനിയും കട്ട് ചെയ്തെടുത്ത ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബട്ടർ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്ത ക്രീം തേച്ച് കൊടുക്കാം.
ഇനി അതിന് മുകളിലായിട്ട് അടുത്ത കേക്ക് പീസ് വെച്ച് കൊടുക്കാം. ഇനിയും ബാലൻസ് ഉള്ള ക്രീം കേക്കിൻ്റെ മുകൾ ഭാഗത്തേക്കും അതുപോലെ സൈഡിലേക്കും തേച്ച് പിടിപ്പിക്കാം. ഇനി അതിന് മുകളിലായിട്ട് ചെഡർ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ മിൽക്കി ബാർ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. 3 മണിക്കൂറിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.